അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. ബഹുമാന മുഅ്മിനുകളെ, വിശുദ്ധ റമളാൻ മാസം സമാഗതമായി ഏകദേശം അതിൻ്റെ അവസാനത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 26-ാമത്തെ ദിവസം, അഥവാ ലൈലത്തുൽ ഖദ്ർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന 27-ാം രാവിലേക്ക് കടക്കാൻ പോവുകയാണ്. നാം എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന രാവുകളാണ് ഈ അവസാനത്തെ 10-ലെ ഒറ്റയിട്ട രാവുകൾ. കാരണം അത് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവാണ്. ഒരു ചെറിയ അമൽ ചെയ്താൽ 1000 മാസം അമൽ ചെയ്തതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുന്ന മഹനീയമായ രാത്രിയാണ് ഈ രാത്രി. എന്നാൽ അതിലൊക്കെ അപ്പുറം പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകളുമൊക്കെ പരിശോധിക്കുമ്പോൾ, അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുതകരമായ വളരെ അധികം വിചിന്തനീയമായ പല യാഥാർത്ഥ്യങ്ങളും നമുക്ക് ബോധ്യപ്പെടും. ഒരു ഉദാഹരണത്തിന്, പരിശുദ്ധ ഖുർആൻ ഈ ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു സൂറത്ത് മുഴുവനും അതുമായി ബന്ധപ്പെട്ട് ഇറക്കുകയാണ്. എന്നിട്ട് അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പ്രയോഗം, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അവിടെ മലക്കുകളും റൂഹും അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മലായികത്ത്, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായ, അള്ളാഹുവിന് ഇബാദത്തെടുത്ത് അവന് തസ്ബീഹും തഹ്ലീലുമായി കഴിഞ്ഞുകൂടുന്ന വിശിഷ്ടരായ മലക്കുകൾ, അവരിലെ പ്രധാനപ്പെട്ട റൂഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ മറ്റു പല വ്യാഖ്യാനങ്ങളുമുണ്ട്. പ്രധാനപ്പെട്ട പലരും ഇറങ്ങി വരുന്ന ഈ രാത്രി, അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞത് ബിഇദ്നി റബ്ബിഹിം എന്നാണ്. ബിഇദ്നി റബ്ബിഹിം എന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം എന്ന് പറയുമ്പോൾ, സമ്മതമില്ലാതെ ഈ ലോകത്തൊരു കാര്യവും നടക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഇതിനില്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് നാം എല്ലാം മനസ്സിലാക്കിയതാണ്, വിശ്വസിക്കുന്നതുമാണ്. എന്നാൽ എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഖുർആൻ പ്രയോഗിക്കുമ്പോൾ അതിന് പ്രത്യേകമായ ചില താല്പര്യങ്ങൾ, പ്രത്യേകമായ ചില ഹിക്മത്തുകൾ, പ്രത്യേകമായ ഇഷാറാത്തുകൾ അതിൻ്റെ പിന്നിലുണ്ടാകും. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിന് എന്ന് പറയുമ്പോൾ സമ്മതം കൊടുക്കുക സാധാരണഗതിയിൽ ഒന്നുകിൽ സമ്മതം ആവശ്യപ്പെടണം, അല്ലെങ്കിൽ സമ്മതം ചോദിക്കണം, അല്ലെങ്കിൽ ഇഷ്തിയാക്ക്, അതിലേക്കുള്ളൊരാഗ്രഹം പ്രകടിപ്പിക്കണം. നേരിട്ട് സമ്മതം ചോദിച്ചില്ലെങ്കിൽ പോലും ഒരാഗ്രഹ പ്രകടനം ഉണ്ടാവണം. ഇത് രണ്ടാലൊന്നും ഉണ്ടാവുമ്പോഴാണ് സമ്മതം കൊടുക്കുക എന്ന പ്രയോഗം സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ അവസ്ഥയിൽ ഉപയോഗിക്കപ്പെടുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രത്യേകമായൊരു ആശയത്തിലേക്ക് സൂചിപ്പിക്കാനാണ് അവിടെ ആ വാക്ക് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അഥവാ ഒരു മാസക്കാലം, 20-ലധികം ദിവസം അള്ളാഹുവിന് വേണ്ടി മലക്കാനിയായ സ്വഭാവത്തെ ഉൾക്കൊണ്ട് അന്നപാനീയങ്ങളും മനുഷ്യൻ്റെ വിചാരങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് നിയന്ത്രിച്ച് ഒരു മലക്കിൻ്റെ പ്രകൃതത്തോട് യോജിക്കുന്ന വിധത്തിലുള്ള ജീവിതം നയിക്കുകയാണ്. ഇത് വലിയ ഒരു ആത്മീയമായ മുന്നേറ്റത്തിന് കാരണമാണ്. ഭൗതിക ലോകവും മനുഷ്യൻ്റെ ഈ ലോകവും മലക്കിൻ്റെ ലോകവും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു പാലമാണ് ഈ നോമ്പ്. ആ നോമ്പ് ആ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയും അതിനനുബന്ധമായി ചെയ്യേണ്ടുന്ന, അതിൻ്റെ കൂടെ ഉണ്ടാവുന്ന ഖുർആൻ പാരായണം, ദിക്ർ, ശുക്ർ, പ്രാർത്ഥന, ഇതൊക്കെ ഉണ്ടായി അങ്ങോട്ട് അള്ളാഹുവിൻ്റെ ആ ആത്മീയമായ ആ ലോകത്ത് കൂടുതൽ ഔന്നിത്യം നേടി മലക്കാനിയായ സ്വഭാവത്തിലേക്ക് കൂടുതൽ ഉയരുമ്പോൾ അത്തരത്തിലുള്ള മനുഷ്യന്മാരെ കാണുവാനും അവരെ സന്ദർശിക്കുവാനും അവരുമായി സമ്പർക്കം പുലർത്തുവാനും അവരോട് സലാം പറയുവാനും മലക്കുകൾ താല്പര്യപ്പെടുന്നു എന്ന ഒരു ധ്വനിയാണ് അതിലുള്ളത്. അതുകൊണ്ടാണ് ബിഇദ്നി റബ്ബിഹിം എന്ന് പ്രത്യേകം പറയുന്നത്. നമ്മെ വന്ന് കാണാൻ, നമ്മോട് സലാം പറയാൻ, മനുഷ്യന്മാരെ സിയാറത്ത് ചെയ്യാൻ മലക്കുകൾ താല്പര്യപ്പെടുന്നിടത്തോളം മനുഷ്യനെ ഉയർത്തുന്ന അതിമഹത്തായ ഒരു അമലാണ് ഈ നോമ്പ് എന്നർത്ഥം. അത് 20 ദിവസം കഴിഞ്ഞുള്ള ഈ 30 അവസാനത്തെ 10ൻ്റെ ഇടയിൽ വരുന്ന ഒറ്റയിട്ട രാവുകളിൽ ഏതുമാവാം ഈ രാത്രി. ഏറ്റവും പ്രധാനമായി ഏറ്റവും അധികം ആളുകൾ, പ്രത്യേകിച്ച് ആരിഫീങ്ങളുടെയൊക്കെ ലോകത്ത് ഈ ദിവസം ഏത് എന്നതിൽ
ബഹുഭൂരിപക്ഷം പറഞ്ഞു വരുന്നത് 27-ാം രാവ് അഥവാ 26 അസ്തമിച്ച രാവ് എന്നാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റളിയല്ലാഹു തആല അൻഹു, മഹാപണ്ഡിതൻ, രണ്ടാം ഷാഫി എന്ന് പറയുന്ന ആ മഹാനായ പണ്ഡിതൻ, ഈ ഷാഫി മദ്ഹബിനെ ക്രോഡീകരിക്കുന്നതിൽ, അതിനെ തഹരീർ ചെയ്യുന്നതിൽ ഇത്രമേൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള, ഇത്രമേൽ അധ്വാനിച്ചിട്ടുള്ള, മുസ്ലിം ഉമ്മത്ത് കടപ്പെട്ടിട്ടുള്ള ഒരു വേറെ പണ്ഡിതന്മാർ വളരെ കുറവാണ്. അത്തരത്തിലുള്ള മഹാനായ ഇമാമുൻ നബി റളിയല്ലാഹു തആല അൻഹു അവരുടെ 7-ാമത്തെ വയസ്സിലുണ്ടായ ഒരു സംഭവം ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയം, മാതാപിതാക്കളൊക്കെ ഉറങ്ങുന്ന സമയം, അവർ ഇബാദത്തിലാണ്. ആ കുട്ടി, ചെറിയ കുട്ടി, ചെറുപ്പം മുതൽ അങ്ങനെയാണ്. പെട്ടെന്ന് അങ്ങനെ ഒന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഉണർന്ന് മാതാപിതാക്കളെ മുഴുവനും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മാ ഹാദന്നൂർ അലാ തറൗന മാ അറ, ഞാനീ കാണുന്നത് നിങ്ങൾ കാണുന്നില്ലേ, എന്താണ് ഈ കാണുന്നത് എന്ന് അത്ഭുതത്തോടു കൂടെ ചോദിക്കുകയാണ്. അപ്പോൾ ആ പിതാവ് പറയുന്നുണ്ട്, വലിയ നല്ല മനുഷ്യനായിരുന്നു, അവർ പറയുന്നുണ്ട്, ഫഅലിംതു അന്നഹ കാനത്ത് ലൈലത്തുൽ ഖദ്ർ, അത് ലൈലത്തുൽ ഖദ്ർ ആയിരുന്നു എന്ന് മനസ്സിലായി. അവരുടെ വീട് മുഴുവനും പ്രകാശത്താൽ നിറഞ്ഞത് ആ കുട്ടി അന്ന് കാണുകയാണ്. അത് 27-ാം രാവിലായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള മഹത്തായ ഈ രാത്രി ഇന്ന് രാത്രിയാണ്. മിക്കവാറും ആ രാത്രിയായിരിക്കാം ലൈലത്തുൽ ഖദ്ർ. അതുകൊണ്ട് ആ ലൈലത്തുൽ ഖദ്റിനെ ആത്മാർത്ഥമായ മനസ്സോടുകൂടി, നിഷ്കളങ്കമായ മനസ്സോടുകൂടി, കറകളഞ്ഞ മനസ്സോടുകൂടി, അള്ളാഹുമായുള്ള എല്ലാ ഇടപാടുകളും തീർത്ത്, അഥവാ പാപക്കറകളെ കൊണ്ട് കറപുരണ്ട നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചിട്ട് വേണം ആ രാത്രിയെ നാം എതിരേൽക്കാൻ. അതോടൊപ്പം മനുഷ്യന്മാർ തമ്മിൽ പരസ്പരമുണ്ടാകുന്ന വെറുപ്പുകൾ, ആ അകൽച്ചകൾ, ഇതൊക്കെ ഇല്ലായ്മ ചെയ്ത് ശുദ്ധമായ മനസ്സോടുകൂടെയായിരിക്കണം അന്നത്തെ രാത്രിയെ എതിരേൽക്കുന്നത്. എന്നിട്ട് പൂർണ്ണമായി അതിലെ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ പൂർണ്ണമായി അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ ഉതകുന്ന കാര്യങ്ങളിലായി മുഴുകിയാൽ തീർച്ചയായും അത്യുന്നതമായ പദവി ഈ ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തൊട്ടടുത്ത് നമുക്ക് പരിശുദ്ധമായ റമളാൻ പൂർത്തീകരിക്കപ്പെടുന്നു, ഈദുൽ ഫിത്ർ വരുന്നു. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം 2 സന്തോഷമാണുള്ളത്. ഒരു സന്തോഷം നോമ്പ് തുറക്കുന്ന സമയത്ത്, എന്താ ഫിത്രിഹി, നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു നല്ല അമല് നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ സന്തോഷം ഒരു മുഅ്മിനുണ്ടാകുന്നു. അവന് ദാഹിച്ച് വിശന്ന വലഞ്ഞ ആ ഒരു സന്ദർഭത്തിൽ അതൊക്കെ ദാഹം തീർക്കുവാനും വിശപ്പടക്കുവാനും കഴിയുന്നു, അതിലും അവൻ സന്തോഷിക്കുന്നു. എന്നാൽ അത് പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണമാകുന്ന ഈദുൽ ഫിത്ർ, ആ ഈദുൽ ഫിത്ർ വരുമ്പോൾ അള്ളാഹു അവർക്ക് ജായിസ കൊടുക്കുന്ന, അവർക്കുള്ള പ്രതിഫലം നൽകുന്ന, അവർക്കുള്ള ഇനാമുകൾ പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസത്തിൽ പ്രത്യേകം അവൻ സന്തോഷിക്കുന്നു. എന്നാൽ വലിയ സന്തോഷം അത് ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ ചെന്ന് പടച്ച റബ്ബിനെ ദർശിക്കുന്ന ആ ദർശനമുണ്ടാകുന്ന അവർണ്ണനീയമായ അവാജ്യമായ ആ നിമിഷമാണ്. യൗമ ഫിത്രിഹി ഇന്ദ ഫിത്രിഹി വഇന്ദ ലിഖാഇ റബ്ബിഹി, 2-ാമത്തെ സന്തോഷം ആ ഇലാഹിയായ ദർശനമുണ്ടാകുന്ന ആ സന്ദർഭം. അതിനോട് സമാനമാകുന്ന ഒരു ആനന്ദവും ലോകത്തില്ല, സ്വർഗത്തിലുമില്ല. സ്വർഗം എല്ലാവിധ ആനന്ദങ്ങളുടെയും കലവറയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കണ്ണുകൾ കാണാത്ത, നമ്മുടെ മനസ്സിന് ചിന്തിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളാണ് നമുക്ക് വേണ്ടി അള്ളാഹുവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ ദർശനമുണ്ടാകുന്ന സന്ദർഭത്തിൽ അതെല്ലാം മറന്ന്, അതൊന്നുമില്ലെങ്കിലും ഇത് നിലനിന്നെങ്കിൽ എന്ന് മുഅ്മിൻ കൊതിക്കുന്ന അവർണ്ണനീയമായ മുഹൂർത്തമാണ് അള്ളാഹുവിനെ കാണുന്ന രംഗം. ആ രംഗം അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവരാണ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയുള്ളവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് വിശുദ്ധിയാണ് ആവശ്യം. നോമ്പിലൂടെ നാം ഈ നേടിയെടുത്ത വിശുദ്ധിയെ പിന്നീട് നിലനിർത്തുക എന്നത് അതിന് ഏറ്റവും ആവശ്യമാണ്. അതൊരൊറ്റ ദിവസം കൊണ്ട്, പെരുന്നാൾ ദിവസം വരുമ്പോൾ ആ ഒരൊറ്റ ദിവസം കൊണ്ട് അതെല്ലാം കളഞ്ഞു കുളിച്ചാൽ ഇനി വീണ്ടും ഒരു റമളാൻ വരുമെന്നും വീണ്ടും ഈ വിശുദ്ധി നേടാൻ നമുക്ക് കഴിയുമെന്നും യാതൊരു ഉറപ്പും നമുക്കില്ല. ഇനി അടുത്ത റമളാൻ നമുക്കുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് എത്തിച്ചു തരുമാറാവട്ടെ, അവൻ്റെ ത്വാഅത്തിലായി നമുക്ക് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കൊതിക്കാം. പക്ഷേ നേടിയത് നഷ്ടപ്പെടുത്താതെ കൂടുതൽ അത് പവിത്രമാക്കി നിലനിർത്തുവാൻ, കൂടുതൽ അത് ഊർജ്ജസ്വലതയോടുകൂടെ നിലനിർത്താനുള്ള ശ്രമമാണ് നമ്മിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ യഥാർത്ഥത്തിലുള്ള സന്തോഷം, അള്ളാഹുവിൻ്റെ ദർശനമുണ്ടാകുന്ന സന്ദർഭത്തിലുള്ള സന്തോഷം, മറ്റെല്ലാം മറന്നു പോകുന്ന ആ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും, അനുഭവിച്ചു കൊണ്ടേയിരിക്കാൻ നമുക്ക് കഴിയും.
അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.